നമസ്കാരം, AK റൈഡേഴ്സ് 70 ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ റോക്കർ കവർ ബഫിങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് സ്വന്തമായി ചെയ്യാം എന്നുള്ളതാണ്. അതിന് നമ്മൾ ബുള്ളറ്റിൻ്റെ ടാങ്ക് നമ്മൾ ഇളക്കി മാറ്റിയിട്ട് നമുക്കത് വയറിലൊന്നും തട്ടാത്ത രീതിയിൽ സൂക്ഷിച്ച് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. സാധാരണ ഞാൻ ബഫ് ചെയ്യാറുള്ളത് ഈ മെഷീനിലാണ്. അപ്പോൾ അതിൽ നമ്മൾ പേഡ് ഇത് ജീൻസിൻ്റെ തുണി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, പേഡ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ജീൻസിൻ്റെ തുണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ വയറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മേളിലോട്ട് ടച്ച് ചെയ്ത് അല്ലെ പെയിൻറ്റിങ്ങിൽ ഒക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുണി ആയതുകൊണ്ട് നമുക്കത് സ്ക്രാച്ചസ് വിടാതെ നമുക്കത് ഇരിക്കും. അത് ഉപയോഗമാണ്. ഇതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇതിൻ്റെ പേടുണ്ട്, ബഫിംഗ് പേടുണ്ട്. അത് നമുക്ക് അത്യാവശ്യം നല്ല ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിട്ട് ബഫിംഗ് പേടിട്ട് നമുക്ക് ചെയ്യാതാൽ മതി. തൽക്കാലം നമുക്ക് ഇതിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഗ്രീൻ കമ്പൗണ്ട്, ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, ഗ്രീൻ കമ്പൗണ്ട്. പിന്നെ നമുക്ക് നിക്കൽ പൗഡറും നമുക്ക് ഇതിനാവശ്യമാണ്. നമുക്കിത് നേരെ ഇതിൽ ആഡ് ചെയ്തിട്ട് പുരട്ടി നമുക്കതിൽ ബഫിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഇതിൽ നമ്മുടെ ഗ്രീൻ കമ്പൗണ്ട് മണ്ണെണ്ണയിൽ പുരട്ടിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൽ പുരട്ടിയിട്ട് ഇതുകൊണ്ട് നമ്മൾ പേട് കൊണ്ടാണ് ബഫ് ചെയ്തത്. ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കിത് നേരെ നമ്മൾ ഇതിൽ ഡയറക്റ്റായിട്ട് പുരട്ടിയിട്ട് ചെയ്യുമ്പോൾ നേരിട്ട് പുരട്ടി ഇത് ചെയ്യുമ്പോഴത്തെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷെ നമ്മൾ പേടിനേക്കാളും ഇതിൽ മേളിലോട്ട് ഒന്നും ടച്ച് ചെയ്യാതെ തുണിയായതുകൊണ്ട് ടച്ച് ചെയ്താൽ ഇതിൽ സ്ക്രാച്ചസ് ആവാതെ മാറി വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ മണ്ണെണ്ണ ഇട്ട് ഇത് മിക്സ് ചെയ്ത് പുരട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലഗിലോ മറ്റോ ഇതിലൊക്കെ വിടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളാദ്യം ഇതൊന്ന് നമുക്ക് മറച്ച് വയ്ക്കും. ഫ്ലഗിൽ നിന്ന് രണ്ട് വയറ് നമ്മൾ ഇത് ഊരുമ്പോഴത്തേക്ക് ഫ്ലഗിൻ്റെ കണക്ടർ ഊരി എടുക്കുമ്പോൾ നമ്മൾ മേളിലോട്ട് തട്ടാതെ രീതിയിൽ ഇതിനെ നമ്മൾ ഫിക്സ് ചെയ്ത് ഇവിടെ വയ്ക്കണം. ഇവിടെ നമുക്ക് തട്ട്
നമുക്ക് ഒരു മൈക്രോ പോളിത്തീൻ ക്ലോത്ത് കൊണ്ട് നമുക്കിനി എടുത്ത് നമുക്ക് നിക്കിൾ പൗഡറാണ് ഇത് തട്ടിയിട്ടുള്ളത്. ഇതിൽ നമുക്കിതിൽ കുറച്ച് എടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്താൽ മതി. അതേപോലെ നമുക്ക് രണ്ട് സൈഡും നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗ്ലേസിങ് നമുക്ക് കാണാൻ കഴിയും. നന്നായിട്ട് ജസ്റ്റ് ഈ തുണി കൊണ്ടിട്ട് തന്നെ തുണി കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഗ്ലേസിങ് ഉണ്ട്. ഇത് നമ്മുടെ ഇങ്ങനെ ഈ ബഫ് നമ്മൾ ഈ തുണി കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ബഫിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഈ ടച്ച് സാധാരണ നമ്മൾ ബഫിങ് പേഡ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് വയറിലൊക്കെ ടച്ച് ചെയ്യാനും ഇവിടെയൊക്കെ സ്ക്രാച്ചസ് നേരത്തെ പറഞ്ഞാൽ വീട്ടാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ വണ്ടിയുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. ഇതുപോലുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നതിൽ അത് സഹായമായിരിക്കും. താങ്ക് യു.